പ്രിയപ്പെട്ട കുട്ടികളെ, ICT പ്രാക്ടിക്കൽ പരീക്ഷയിലെ ഗ്രൂപ്പ് 1 ചോദ്യങ്ങളാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഗ്രൂപ്പ് 1 3 അധ്യായങ്ങളിലെ ചോദ്യങ്ങൾ വരും. ഇങ്ക്സ്കേപ്പ്, ക്യൂജിസ്, സൺക്ലോക്ക്. ഇന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യൂജിസിലെ ചോദ്യങ്ങളാണ്. ക്യൂജിസിൽ 3 തരത്തിലുള്ള ചോദ്യങ്ങളാണ് കാണുക. ഒന്ന്, ഏതെങ്കിലും ഒരു ലെയറിൻ്റെ ആട്രിബ്യൂട്ട് ടേബിൾ പ്രദർശിപ്പിച്ച് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ എക്സാം ടെന്നിൽ സേവ് ചെയ്യുന്ന പ്രവർത്തനം. രണ്ടാമത്തത്, ഒരു പുതിയ ലെയർ നിർമ്മിച്ച് അതിൽ ഏതെങ്കിലും ഒന്ന് അടയാളപ്പെടുത്തി നിങ്ങൾ ആ പ്രോജക്റ്റ് സേവ് ചെയ്യുന്ന രണ്ടാമത്തെ രീതി. മൂന്നാമതായിട്ട്, നിങ്ങൾ ഏതെങ്കിലും ലെയറിൻ്റെ നിറം മാറ്റുക എന്ന പ്രവർത്തനമായിരിക്കും ചെയ്യുന്നത്. നമുക്ക് ഇത്തരത്തിലുള്ള 3 പ്രവർത്തനങ്ങളും ചെയ്തു നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. റിസോഴ്സ് മാപ്പ് നെയിംഡ് ലോക്കൽ മാപ്സ് QGS is given in the QGIS projects folder in exam documents in home. Open this file in QGIS desktop software and do the following activities. 2 ആക്ടിവിറ്റിയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ലോക്കൽ മാപ്പ് .QGS തുറക്കുന്നു. അതിനായി നമുക്കറിയാം, നമ്മുടെ എക്സാമിന് ആവശ്യമായ എല്ലാ ഡോക്യുമെൻറ്റ്സും ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ ആണ് ഉള്ളത്. എക്സാം ഡോക്യുമെൻറ്റ്സ് തുറന്ന് അതിനകത്തുള്ള QGIS പ്രോജക്റ്റ് തുറന്ന് അതിൽ നമ്മൾ കാണുന്ന ലോക്കൽ മാപ്പ് .QGS ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഫയൽ തുറക്കാവുന്നതാണ്. മാപ്പ് അവിടെ ദൃശ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് ചോദ്യം നോക്കാം. ഷോ ദ ലെയർ മെയിൻ റോഡ് ഇൻ ദ റിസോഴ്സ് മാപ്പ്. ഇതിൽ മെയിൻ റോഡ് കാണിക്കാനാണ് ആവശ്യപ്പെടുന്നത്. മെയിൻ റോഡ് ഇതിലില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. അതിന് നാം ചെയ്യേണ്ടത്, ഇടത് ഭാഗത്തുള്ള ലെയേഴ്സ് പാനലിൽ പോയിട്ട് ആ ലെയറിൻ്റെ മുന്നിലുള്ള ചെറിയ ബോക്സിൽ ടിക്ക് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അറിയാം, മെയിൻ റോഡ് ഇപ്പോൾ വിസിബിൾ അല്ല. അത് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടത് ഭാഗത്തുള്ള ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മെയിൻ റോഡ് ചുവന്ന നിറത്തിൽ ഇപ്പോൾ പ്രത്യക്ഷമായിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ആ ആക്ടിവിറ്റി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഒരു ആക്ടിവിറ്റിയും കൂടി ആ ചോദ്യത്തിലുണ്ട്. ചേഞ്ച് ദ റിവർ കളർ ടു ബ്ലൂ. റിവർ കളറ് ബ്ലൂ ആക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലേതാണ് റിവർ? റിവർ ഏതാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ പാനലിൽ പോയി നോക്കിയാൽ മതി. റിവർ എന്നതിൻ്റെ നേരെ മഞ്ഞ നിറത്തിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ മഞ്ഞ നിറം അടയാളപ്പെടുത്തിയ ഭാഗമാണ് റിവർ. ഇനി സംശയമുണ്ടെങ്കിൽ ആ റിവറിൻ്റെ ഇടത് ഭാഗത്തുള്ള ബോക്സ് ക്ലിക്ക് ചെയ്യുകയും ഷോ ചെയ്യുകയും ഇങ്ങനെ ചെയ്താൽ നമുക്ക് ആ റിവറിൻ്റെ ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഈ മഞ്ഞ നിറത്തിലുള്ള ഈ ഇങ്ങനെ വരച്ചിരിക്കുന്നതാണ് റിവർ. ഇതിൻ്റെ നിറം മാറ്റാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നിറം നമ്മളോട് പറഞ്ഞിരിക്കുന്നു, ചേഞ്ച് ദ റിവർ കളർ ടു ബ്ലൂ. അതെങ്ങനെ ചെയ്യാം? അത് ചെയ്യാൻ 2 വിധത്തിൽ ചെയ്യാം. ഒന്ന്, റിവർ പാനൽ, റിവറിൻ്റെ ലെയർ ക്ലിക്ക് ചെയ്ത് അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുത്തിട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ പ്രോപ്പർട്ടീസ് എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കാണും ആ ലെയറിൻ്റെ പ്രോപ്പർട്ടീസാണ് കാണുന്നത്. അതിൽ കളർ എന്ന് പറയുന്ന ഭാഗത്ത് പോയിട്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് അവർ പറഞ്ഞ കളറിലേക്ക് മാറ്റാം. നീലയാക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നീല കളറിൽ ക്ലിക്ക് ചെയ്യുന്നു, ഓക്കെ പറയുന്നു. അതോടുകൂടി നേരത്തെ നിങ്ങൾ കണ്ട ഈ മഞ്ഞ നിറത്തിന് പകരം ഇവിടെ നീല കളർ വന്നിട്ട് ഒരു ഓക്കെയും കൂടി പറയുമ്പോൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ റിവറിൻ്റെ കളറ് നീല നിറമായി മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാനലിൻ്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും ഈ നിറം മാറ്റാനുള്ള പ്രോപ്പർട്ടീസ് ജാലകം ദൃശ്യമാവും. അവിടെ വെച്ചിട്ടും നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഏതാണ് സൗകര്യപ്രദം എന്ന് നോക്കിയിട്ട് നിങ്ങളത് ചെയ്യുക. ഓക്കെ, ഇനി ഈ 2 ആക്ടിവിറ്റി ആയിരുന്നു ചെയ്യാൻ നമ്മളോട് പറഞ്ഞത്. ഇനി അടുത്തത്, സേവ് ദ റിസോഴ്സ് മാപ്പ് ആസ് ഇമേജ് ഫയൽ. ശ്രദ്ധിക്കണം, ഈ പ്രോജക്റ്റ് സേവ് ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്. സേവ് ദ റിസോഴ്സ് മാപ്പ് ആസ് ആൻ ഇമേജ് ഫയൽ
in the exam 10 folder in home with your register number, question number as file name. അതിൽ ഹിൻഡിൽ നമ്മൾ ഇത്തരം ചോദ്യങ്ങളിലെ ഹിൻഡ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഹിൻഡിൽ പറയുന്നുണ്ട് ടു സേവ് ആസ് ആൻ ഇമേജ് ഫയൽ യൂസ് ദ ഓപ്ഷൻ പ്രോജക്റ്റ് സേവ് ആസ് ഇമേജ് ഫ്രം ദ മെനു ബാർ ഇൻ ദ QG സോഫ്റ്റ്വെയർ. അപ്പം സേവ് ഇമേജ് ആസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇമേജ് ഫയൽ ഈ ഒരു ഇതിൻ്റെ മാപ്പ് നമുക്ക് ഇമേജ് ആയിട്ട് സേവ് ചെയ്യാം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് പ്രോജക്റ്റിൽ പോയിട്ട് അവർ പറഞ്ഞ പോലെ പ്രോജക്റ്റിൽ പോയിട്ട് സേവ് ഇമേജ് ആസ്, ശ്രദ്ധിക്കുക, സേവ് ഇമേജ് ആസ് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ ചേർത്ത് നിങ്ങൾ എക്സാം 10ൽ യൂസർ ഹോമിലെ എക്സാം 10ൽ സേവ് ചെയ്യുന്നു. അതോടുകൂടി ആ പ്രവർത്തനം അവസാനിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് ചില ലെയറുകളെ നമ്മൾ വിസിബിളാക്കി. അതിന് നമ്മൾ ചെയ്യേണ്ട ലെയറിൻ്റെ ഇടത് ഭാഗത്തുള്ള ചെറിയ ബോക്സിൽ പോയി ക്ലിക്ക് ചെയ്താൽ മതി. രണ്ടാമത്തത് ഏതെങ്കിലും ഒരു ലെയറിൻ്റെ കളർ ഇതുപോലുള്ള പ്രോപ്പർട്ടികൾ മാറ്റുന്നതാണ്. അതിന് നമുക്ക് ലെയറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുത്തിട്ട് പ്രോപ്പർട്ടീസ് ജാലകം തുറക്കാം, അതിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം. അല്ലെങ്കിൽ ആ ലെയർ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും പ്രോപ്പർട്ടീസ് ജാലകം വരും, അതിൽ പോയിട്ട് മാറ്റങ്ങൾ വരുത്തുക. ഓക്കെ, താങ്ക് യു.